കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ പോലെയാണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഇൻഡെക്സിനെ ഫോളോ ചെയ്യുന്ന നിഫ്റ്റി 50 ഇൻഡെക്സിൽ വരുന്ന മാറ്റം. കഴിഞ്ഞ ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷത്തെ ഡാറ്റ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും മാർക്കറ്റിൽ ചില സമയങ്ങളിൽ ഒരു മൊമെന്റം അല്ലെങ്കിൽ ഒരു അപ് ട്രെൻഡ് ഉണ്ടാകും. എന്നാൽ അതേപോലെ തന്നെയാണ് മാർക്കറ്റിൽ ചില സമയങ്ങളിൽ ഒരു ഡൗൺ ട്രെൻഡ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ടെറിട്ടറിയിലോട്ട് മാർക്കറ്റ് പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. മാർക്കറ്റിൽ അപ്പ് മൂവ്മെന്റ് വരുന്നത് ഗ്ലോബൽ ആയിട്ട് നടക്കുന്ന പോസിറ്റീവ് വാർത്തകളാണ് അല്ലെങ്കിൽ കമ്പനികളുടെ മികച്ച റിസൾട്ടുകളാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് കേസസ് ആണ് വരുന്നത് മാർക്കറ്റ് ബിയർ മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ട്രെൻഡിലോട്ട് പോകുന്ന സമയം. അതായത് മാർക്കറ്റിൽ സംഭവിക്കുന്ന കമ്പനികൾ പ്രഖ്യാപിക്കുന്ന മോശം റിസൾട്ടുകൾ ഇതിന് കാരണമാകാം. ഗ്ലോബൽ ആയിട്ട് നടക്കുന്ന ന്യൂസുകൾ, അതായത് ഇന്ത്യ പാകിസ്ഥാൻ വാർ, ഉക്രൈൻ റഷ്യൻ വാർ, US റീസെന്റ് ഇമ്പോസ് ചെയ്തിട്ടുള്ള താരിഫ്, ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്ന സമയത്ത് മാർക്കറ്റിന് അത് നെഗറ്റീവായിട്ട് ബാധിക്കും, പ്രതികൂലമായിട്ട് ബാധിക്കും, മാർക്കറ്റ് താഴോട്ട് വീഴാൻ തുടങ്ങും. ഈ സമയങ്ങളിൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതായത് മാർക്കറ്റ് മുകളിലോട്ട് കയറുന്ന സമയം നമ്മുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ മുകളിലോട്ട് കയറണം, ഡെഫിനറ്റ്ലി കയറണം. എന്നാൽ മാർക്കറ്റിൽ ഇറങ്ങുന്ന സമയത്ത്, താഴോട്ട് വരുന്ന സമയത്ത് ആ മാർക്കറ്റ് വരുന്നതിനോടൊപ്പം നമ്മുടെ മ്യൂച്വൽ ഫണ്ട് വരാൻ പാടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇങ്ങനെയുള്ള മ്യൂച്വൽ ഫണ്ടുകളാണ് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ വേണ്ടത്. ഇങ്ങനെയുള്ള മ്യൂച്വൽ ഫണ്ടുകളാണ് നമുക്ക് മികച്ച റിട്ടേൺ നമുക്ക് ഓവർ ദ ഇയേഴ്സ് തരുന്നത്.